വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവരെ ഇഷ്ടപ്പെടുന്ന ഓമപ്പൊടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ബാക്കിയുള്ള സ്നാക്സിനെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് വളരെ കുറച്ച് സമയം മതി. പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ 1 ടീസ്പൂണോളം അളവ് ഓമം എടുത്തിട്ട് ജസ്റ്റ് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ആ ജാറിലേക്ക് തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് ആ വെള്ളം ഒന്ന് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഈ വെള്ളം. ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് കടലമാവിന് നമ്മൾ 1/4 കപ്പാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 കപ്പ് ഞാൻ കടലമാവ് എടുത്തിരിക്കുന്നത് കാരണം 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം അളവ് കായപ്പൊടി കൂടെ നമ്മൾ ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് നിറം കിട്ടാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂണോളം അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി ചൂടായ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഓമത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ഒരു കൺസിസ്റ്റൻസി വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഓമത്തിൻ്റെ ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒറ്റയടിക്ക് ആ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാതെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചിട്ട് അങ്ങനെ നമ്മൾ കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എടുത്ത വെള്ളം അത്രയും എനിക്ക് ഈ 2 കപ്പ് മാവിന് കറക്റ്റായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കൈയൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് സേവനാഴിയാണ്. സേവനാഴിയിൽ ഏറ്റവും ചെറിയ ദൂരമുള്ള അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, അകത്ത് മാത്രമാണ്. എന്നിട്ട് നമ്മുടെ ഈ അച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിൻ്റെ അകത്ത് നമുക്ക് സെയിം ഇടിയപ്പം ഉണ്ടാക്കുന്ന കണക്ക് നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. അതിൽ ഓയിലൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്കും ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറൂടെ നമുക്ക് കിട്ടാനായിട്ടാണ്. അത് ഏതാണ്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെറിപ്പൊട്ടൽ മാറുമ്പോഴേക്കും നമ്മൾ അതൊന്ന് കോരിയെടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. സേവനാഴിയിൽ നിറച്ച് വെച്ചിരിക്കുന്ന അത് എടുത്തിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പം കറക്കുന്ന കണക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുത്ത് ആ എണ്ണയ്ക്ക് ചുറ്റും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി നിറയെ ഇടണ്ട, ഒരു 2-3 ലെയർ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിടുമ്പോഴേക്കും എണ്ണയൊക്കെ ഇങ്ങനെ ജസ്റ്റ് കുമിളകളായിട്ട് മുകളിൽ ഇങ്ങനെ പൊങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ കുമിളകളൊക്കെ പോയി തുടങ്ങുമ്പോഴേക്കും ജസ്റ്റ് ആ സൈഡിലൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടേത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റുവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സേവനാഴി ഇങ്ങനെ നമ്മൾ എണ്ണയുടെ അടുപ്പിച്ച് കൊണ്ടുപോകാൻ ഒരിക്കലും പാടില്ല. നമ്മളിങ്ങനെ കറക്കി ആദ്യത്തെ മാവ് അതിലേക്ക് വീഴുമ്പോൾ തന്നെ നമ്മുടെ ഇതിലോട്ട് ഇങ്ങനെ കുമിളകളായിട്ട് ഇങ്ങനെ എണ്ണ വന്നിട്ട് ഒത്തിരി ആവി നമ്മുടെ കയ്യിൽ അടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കൈയൊക്കെ നന്നായിട്ട് പൊള്ളുന്ന കണക്ക് ഫീലാവും. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ആ കൈവച്ച് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുവാണ്. ജസ്റ്റ് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കറിവേപ്പില ഫസ്റ്റ് വറുത്തെടുത്തത് ഇതിൻ്റെ അടിയിൽ തന്നെ കിടപ്പുണ്ട്. എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് കൈവച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചിലി സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ കുറച്ചൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓമപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.